ഇനി കോർഡിനേറ്റ്സിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. അതിലാദ്യത്തെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 2 പോയിൻ്റ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് x1 y1 എന്ന് ഇട്ടു. സെക്കൻഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് x2 y2 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ 2 പോയിൻ്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ലൈനിൻ്റെ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ, 2 പോയിൻറ്റ്സ് 2 പോയിൻറ്റുകൾ, ആ പോയിൻറ്റുകളുടെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് x1 y1, ഒരെണ്ണത്തിൻ്റെ അടുത്തതിൻ്റെ x2 y2 ആണെങ്കിൽ ഈ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നെങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്ത് എത്രയാണ്, ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇതാണ് ആ ഫോർമുല. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇനി ഇത് നേരെ തിരിച്ചും എഴുതിയാലും ഒരു പ്രശ്നവുമില്ല. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയും എഴുതാം. എന്തായാലും നമ്മൾ ചെയ്യുകയാണ്, ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് അതിനെ സ്ക്വയർ ചെയ്യാണ്. അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ x2 മൈനസ് x1 എന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് y1 മൈനസ് y2 എന്ന് എഴുതി വെച്ചാൽ അത് തെറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ x2 മൈനസ് x1 ആണെങ്കിൽ അടുത്ത കോർഡിനേറ്റും തന്നെയായിരിക്കണം, y2 മൈനസ് y1 തന്നെ എടുക്കണം. മനസ്സിലായല്ലോ? അത്രയും ശ്രദ്ധിച്ചാൽ മതി. x1 മൈനസ് x2 ആണെങ്കിൽ y1 മൈനസ് y2 തന്നെ എടുക്കണം. x2 മൈനസ് x1 എടുക്കണമെന്നുണ്ടെങ്കിൽ y2 മൈനസ് y1 എന്ന് എടുക്കണം. അത്ര മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി അടുത്തത് നമുക്ക് ഒരു പോയിൻ്റ് ഇത് ഒറിജിനാന്ന് വിചാരിക്കുക. ഒറിജിൻ്റെ കോർഡിനേറ്റ് നമുക്കറിയാം 0 0. ഇനി അടുത്തത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് XY ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ ഉള്ള ആ ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി. x മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ അർത്ഥം എന്താ? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ അല്ലേ? അപ്പോൾ ഒറിജിനിൽ നിന്ന് ഒരു പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി? ആ പോയിൻറ്റുകളുടെ ആ കോർഡിനേറ്റ്സിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് റൂട്ട് ഇട്ടാൽ മതി, റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇനി ഒറിജിനും ഒരു പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. XY ആണ് ആ പോയിൻ്റെങ്കിൽ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും അതായത് സൈഡുകളുടെ ലെങ്ത്തും അതുപോലെ ഇതിൻ്റെ ഡയഗണൽസ് വികർണങ്ങളുടെ നീളവും വശങ്ങളുടെ നീളവും കണ്ടുപിടിക്കണം. എങ്ങനെ? ഈ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞു, കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത്ത് നമുക്കറിയാൻ പറ്റും. അതാണ് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോ ഇതിൻ്റെയും ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഇതിന് നമുക്ക് പേര് കൊടുക്കാം. ABCD. ക്വാഡ്രിലാറ്ററലിൻ്റെ പേരിട്ടു ABCD. ഇനി നമുക്ക് ഓരോ ലെങ്ത്തായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം AB, BC, CD, DA ഈ 4 ലെങ്ത്ത് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ കണ്ടുപിടിക്കണം? ഈ വികർണം ACയും പിന്നെ അടുത്ത വികർണം BDയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാം. ABയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. AB എന്ന് പറയുന്നത് എയുടെ കോർഡിനേറ്റ് ഏതാ? -3ഉം -2ഉം. ബിയുടെ കോർഡിനേറ്റ് 1ഉം -2ഉം.
അപ്പോൾ ഇതാണ് x1 y1, ഇത് എന്താണ് x2 y2. അപ്പോൾ x1 y1 എടുത്തു, ഇതെന്തായിട്ട് എടുത്തു x2 y2 എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ x1 ഇവിടെ എത്രയാണ്? -3 മൈനസ് x2 ഇവിടെ എത്രയാണ്? 1 ഹോൾ സ്ക്വയർ പ്ലസ് y1 എത്രയാണ്? -2 മൈനസ് y2 മൈനസ് y2 ഇവിടെ എത്രയാണ്? y2 നെഗറ്റീവാണ്, അപ്പോൾ -2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് -3 -1 എത്രയാ? -4 ദ ഹോൾ സ്ക്വയർ പ്ലസ് -2 പ്ലസ് 2. അപ്പോൾ -2 പ്ലസ് 2, ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ എന്തായി? പ്ലസ് ആയി. അപ്പോൾ ഇതെന്തായി മാറി? 0 ആയി മാറി. അതായത് എന്തായി? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, അതെത്രയാണ്? 4 അല്ലേ? 4 സ്ക്വയറിൻ്റെ റൂട്ട് എന്താ? 4. ഇനി അതായത് -4 സ്ക്വയർ ആണ്, അപ്പോൾ -4 സ്ക്വയർ 16 ആണ്. അപ്പോൾ 16ൻ്റെ റൂട്ട് എടുത്തു, എത്ര കിട്ടി? 4 കിട്ടി. +or-4 എന്നും എഴുതാം. പക്ഷേ ലെങ്ത്ത് പറയണ കാരണം നമുക്ക് നെഗറ്റീവ് സംഖ്യ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് -4 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ലൈൻ വരയ്ക്കുമെന്നും പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, കാരണം വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കെപ്പോഴും പോസിറ്റീവായിരിക്കും ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ എ ബി എത്രയാണെന്ന് കിട്ടി? 4 സെൻറ്റിമീറ്റർ. എ ബി ആണ് നമുക്ക് കിട്ടിയത്. ലെങ്ത് ഓഫ് എ ബി എന്ത്? 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത സൈഡ് കാണാം, ബി സി. ബി സിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? കോർഡിനേറ്റ്സ് 1 -2ഉം പിന്നെ അടുത്ത കോർഡിനേറ്റ് എന്താ? 0 0യും. ഇപ്പോൾ ഇത് എളുപ്പമായില്ലേ? 0 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഒറിജിനും ഒരു പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഈ പോയിൻറ്റുകളുടെ സ്ക്വയർ ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. അതായത് x² + y². x² 1 പ്ലസ് y² -2². അതായത് 1 + 4 ഈക്വൽ ടു √5. അപ്പോൾ നമുക്ക് ബി സി എത്ര കിട്ടി? √5 കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഏത് കണ്ടുപിടിക്കാം? സി ഡി കണ്ടുപിടിക്കാം. സി ഡി എന്ന് പറയുമ്പോഴും സി എന്താ? 0 0 ആണ്. ഡി എന്താ? -3ഉം 1ഉം ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഇതിൻ്റെ ഡിസ്റ്റൻസ്? ഇത് 0 0 ആയതുകൊണ്ട് നമുക്ക് ഇത് മാത്രം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. -3 സ്ക്വയർ എന്താ? 9, 1 സ്ക്വയർ എന്താ? 1. അപ്പോൾ √10 കിട്ടി. അപ്പോൾ സി ഡിയുടെ ഡിസ്റ്റൻസ് കിട്ടി √10. ഇനി അടുത്തത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി എ ഓർ എ ഡി. അപ്പോൾ ഡി എയുടെ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് എന്താ? -3ഉം 1ഉം. -3 1. ഇനി അടുത്തത് എയുടെ കോർഡിനേറ്റ് -3 -2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? x1 മൈനസ് x2, അതായത് -3 മൈനസ് x2 എന്താ? -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 1 മൈനസ് y2 എന്താ? -2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? -3, ഇവിടെ മൈനസും വരുമ്പോൾ +3. അപ്പോൾ ഇതെന്തായി മാറി? 0 ആയി മാറി. ഇനി അടുത്തത് 1 - -2, 1 + 2i അല്ലേ? 1 + 2 എന്താ? 3. അപ്പോൾ 3 സ്ക്വയർ. അതായത് ഇവിടെ എന്ത് കിട്ടി? 0 പ്ലസ് 3 സ്ക്വയർ എന്താ? 9. അതായത് √9 ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അങ്ങനെ നമ്മൾ എല്ലാ സൈഡിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ഓരോ ലെങ്ത്ത് എത്ര വീതം? എ ബി 4 സെൻറ്റിമീറ്റർ, ബി സി √5 സെൻറ്റിമീറ്റർ, സി ഡി നമുക്ക് എത്ര കിട്ടി? √10 സെൻറ്റിമീറ്റർ ആൻഡ് എ ഡി എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വികരണങ്ങളുടെ നീളം അഥവാ ഡയഗണൽസിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡയഗണൽസ് ഏതാ? ബി ഡിയും എ സിയും ആണ്. ബിയുടെ കോർഡിനേറ്റ് 1 - 2ഉം ഡിയുടെ കോർഡിനേറ്റ് -3 1ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഡിയുടെ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ x1 y1 ആയി, ഇത് എന്തായി? x2 y2 ആയി.
അപ്പോൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഫോർമുല? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ എന്താണ് x1 എന്ന് പറയുന്നത് ഇവിടെ 1, x2 എന്ന് പറയുന്നത് -3. അപ്പോൾ 1 മൈനസ് -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 എന്താ -2 ആൻഡ് y2 1. അപ്പോൾ -2 - 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് -3 എന്ന് പറഞ്ഞാൽ എന്താ 1 + 3 അതായത് 4 സ്ക്വയർ പ്ലസ് ഇനി ഇവിടെ -1 -2 മൈനസ് 1 അതായത് -2 -1 എന്ന് വെച്ചാൽ എന്താ -3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എത്രയാണ് 16 ആണ്. ഇനി -3 ദ ഹോൾ സ്ക്വയർ എത്രയാണ് 9 ആണ്. അപ്പോൾ 16 + 9 = 25. റൂട്ട് 25 എന്താ 5 × 5 ആണ് 25. അപ്പോൾ 25ൻ്റെ റൂട്ട് 5. അപ്പോൾ BD എന്ന വികരണം ഡയഗണലിൻ്റെ നീളം നമുക്ക് കിട്ടി 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് AC എന്ന വികരണത്തിൻ്റെയാണ്. അതിൽ A എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് -3ഉം -2ഉം ആണ്. C എന്ന ഇതിൻ്റെ കോർഡിനേറ്റ് എന്താണ് 0 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായി. എന്താ നമുക്ക് x² + y² കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ എക്സിന് പകരം എന്താ -3² എത്രയാ 9. ഇനി y² പകരം എന്ത് -2² എത്രയാ 4. അപ്പോൾ 9 + 4 എത്രയാണ് 13. അപ്പോൾ രണ്ട് വികരണത്തിൻ്റെയും നീളം നമുക്ക് കിട്ടി. AC എന്ന് പറയുന്നത് റൂട്ട് 13 സെൻറ്റിമീറ്ററും BD എന്ന് പറയണത് എത്ര കിട്ടി BD = 5 സെൻറ്റിമീറ്ററും കിട്ടി. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ലെങ്ത്തും കണ്ടുപിടിച്ചു. സെക്കൻഡ് പ്രോബ്ലം. Prove that by joining the points 2, 1, 3, 4, -3, 6 we get a right triangle. എന്താണ് കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഈ കോർഡിനേറ്റ്സുകൾ അതായത് ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറയണേ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഒരു മട്ടത്രികോണം 3 പോയിൻറ്റുകൾ തന്നിട്ടുണ്ട്. പോയിൻ്റ് എങ്ങനെയാണ് തന്നിരിക്കണേ അവയുടെ കോർഡിനേറ്റ്സ് x കോർഡിനേറ്റും y കോർഡിനേറ്റും തന്നിട്ടുണ്ട് 3 പോയിൻറ്റുകളുടെയും. അപ്പോൾ അവ തമ്മിൽ യോജിപ്പിച്ച ഒരു മട്ടത്രികോണം ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു മട്ടത്രികോണം ചുമ്മാ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കറിയില്ല ഇതിലേത് കോർഡിനേറ്റാണ് ഓരോ വെർട്ടെക്സിലും വരണത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ നീളം കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം ഏറ്റവും വലിയ നീളമാണ് എന്ത് കർണം അഥവാ ഹൈപ്പോട്ടിന്യൂസ്. മനസ്സിലായല്ല? അപ്പോൾ വലിയ നീളം എവിടെ എഴുതണം നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് എടുക്കാം. ഇനി ആദ്യം തന്നെ നമുക്കിത് മട്ടത്രികോണമാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പോയിൻറ്റുകൾ തമ്മിലുള്ള ലെങ്ത്ത് ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെടുക്കാം 2, 1ഉം 3, 4ഉം ഈ 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ ഏത് 2, 1 കോർഡിനേറ്റ്സ് ആയിട്ടുള്ള പോയിൻറ്റും 3, 4 എന്ന കോർഡിനേറ്റ്സ് ആയിട്ടുള്ള പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി x1 - x2 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 1 - 4 ദ ഹോൾ സ്ക്വയർ. ഞാൻ എപ്പോഴും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് x1 - x2 എന്നെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ y2 - y1 എടുക്കരുത്. y1 - y2 തന്നെ എടുക്കണം. അല്ലെങ്കിൽ പിന്നെ x2 - x1 എടുക്കാം y2 - y1 എടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ച് നിൽക്കാം. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 2 - 3 എന്ന് പറഞ്ഞാൽ എന്താ -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 - 4 എന്ന് പറഞ്ഞാൽ എന്താ -3 ദ ഹോൾ സ്ക്വയർ. അതായത് -1 ദ ഹോൾ സ്ക്വയർ എന്താ 1 -3 സ്ക്വയർ എന്താ 9. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി റൂട്ട് 10 കിട്ടി. അപ്പോൾ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടി റൂട്ട് 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ലെങ്ത്ത് കണ്ടുപിടിക്കാം. അടുത്തത് നമുക്ക് ഏതെടുക്കാം 3, 4 കോർഡിനേറ്റ് ആയിട്ടുള്ള പോയിൻറ്റും -3, 6
കോർഡിനേറ്റ് ആയിട്ടുള്ള പോയിൻറ്റും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? x1 മൈനസ് x2 3 മൈനസ് x2 എന്താ -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 4 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ. 3 മൈനസ് -3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ് അല്ലേ. 3 നെഗറ്റീവ് എന്ത് വരും? പോസിറ്റീവ്. അതായത് 3 + 3 6 സ്ക്വയർ പ്ലസ് 4 മൈനസ് 6 എന്താ? -2 സ്ക്വയർ. അതായത് 6 സ്ക്വയർ എത്രയാണ്? 36 ആണ്. -2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 36 + 4 √40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടി? √40 കിട്ടി. ഇനി അടുത്ത 2 പോയിൻറ്റുകൾ തമ്മിൽ നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിളിൽ കണ്ടില്ലേ, എല്ലാ പോയിൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ജോയിൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പെയർ ഏതെടുക്കാം? -3 6ഉം അടുത്ത പോയിൻ്റ് 2 1ഉം. ഇനി അതിൻ്റെ ലെങ്ത്താണ് നോക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇവ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ x1 മൈനസ് x2 -3 -2 എന്താ? -5 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 y1 എന്താ? 6 മൈനസ് y2 എന്താ? 1 6 മൈനസ് 1 എന്താ? 5. അപ്പോൾ 5 സ്ക്വയർ. അപ്പോൾ -5 സ്ക്വയർ എന്താ? 25. +5 സ്ക്വയർ എന്ത് തന്നെയാണ്? 25 ആണ്. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? √50 കിട്ടി. അപ്പോൾ 3 ലെങ്ത്തും കിട്ടി. നോക്കിയേ, ഇവിടെ √50, പിന്നെ ഒരു ലെങ്ത്ത് √40, പിന്നെ ഒരു ലെങ്ത്ത് എന്ത്? √10. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്തായാലും എന്താണ്? മട്ടത്രികോണാണ്, അഥവാ റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു എന്ത്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ലെങ്ത്ത് എത്രയാണ്? √50 ആണ്. അപ്പോൾ ഏതാണ്? ഇതാണ്. അതായത് ഈ റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹൈപ്പോട്ടിന്യൂസ് വരിക. അതാണ് ഏറ്റവും വലിയ ലെങ്ത്ത്. ഇനി അടുത്തത് എന്തെടുക്കുക? ഇതിപ്പോൾ √40 എടുക്കുക, ഇത് √10 ആയിട്ട് എടുക്കുക. ഇനി നമ്മൾക്കിത് പ്രൂവ് ചെയ്യണം റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന്. നമുക്ക് എന്ത് ചെയ്യാം? ഈ √50നെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് ഇവ രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ കിട്ടുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് √50 ആണ് കിട്ടിയിരിക്കുന്നത്. എന്ത്? ഹൈപ്പോട്ടിന്യൂസ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബേസ് എത്ര എടുക്കാം? ബേസ് ഓൾട്ടിറ്റ്യൂഡാണ്, എന്തായാലും കുഴപ്പമില്ല. അടുത്ത 2 സൈഡുകൾ എന്ത്? √40 സ്ക്വയർ പ്ലസ് √10 സ്ക്വയർ ആണെന്ന് കിട്ടി. അതായത് 40 + 10 = 50 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത് ഏതിൽ മാത്രമാണ് ട്രൂ ആവുള്ളൂ? ഇതൊരു റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് ട്രയാങ്കിളാണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എ സർക്കിൾ ഓഫ് റേഡിയസ് 10 ഈസ് ഡ്രോൺ വിത്ത് ദ ഒറിജിൻ ആസ് സെൻറ്റർ. Check whether each of the points with coordinates 6 9 5 9 6 8 is inside, outside or on the circle. എന്താ തന്നിരിക്കുന്നത്? ഒരു വൃത്തത്തിൻ്റെ ആരം തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. അത് വരച്ചിട്ടുണ്ട്. അതിൻ്റെ വൃത്തത്തിൻ്റെ സെൻറ്റർ, കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനാണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കോർഡിനേറ്റ്സ് 0 0. അപ്പോൾ ഒറിജിൻ കേന്ദ്രമായിട്ടുള്ള സെൻറ്ററായിട്ടുള്ള ഒരു സർക്കിള് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യണം? കുറച്ച് പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. 6 9 5 9 6 8. ഇതാണ് ഈ 3 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ്. ഈ പോയിൻറ്റ്സ് എല്ലാം എവിടെയാണ് ഇരിക്കണേ? ഇതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ എവിടെയാണ്? ഈ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് വരുമോ, അതോ സർക്കിളിലായിട്ട് വരുമോ, അതോ ഔട്ട്സൈഡ് ദ സർക്കിളായിട്ട് വരുമോ?
ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റിന് എന്തുണ്ട്? ഇവിടെ എക്സ് കോർഡിനേറ്റ് ഉണ്ട്, ഇവിടെ വൈ കോർഡിനേറ്റും ഉണ്ട്. അങ്ങനെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ ഈ കോർഡിനേറ്റ്സ് നോക്കിയിട്ട് ഇത് ഈ സർക്കിളിൻ്റെ ഏത് ഭാഗത്തായിട്ട് വരും, അകത്ത് അല്ലെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ സർക്കിളിൽ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് പോയിൻ്റ് 6, 9 ആണ്. അപ്പോൾ 6, 9 എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കൊരു കാര്യം അറിയാം, എന്ത്? സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്നറിയാം. റേഡിയസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി സെൻറ്റർ ഏതാണ്? സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0, 0 ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട പോയിൻ്റ് 6, 9. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുക, 6, 9 എന്നൊരു പോയിൻ്റ് 6, 9 ഇപ്പോൾ ഇവിടെയാണെന്ന് വിചാരിച്ചോ. വെറുതെ 6, 9 ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒറിജിനിൽ നിന്ന് ഈ 6, 9ലേക്കുള്ള ലെങ്ത് എത്ര വരും? റേഡിയസ് ആയിരിക്കും അല്ലേ? അതായത് എത്ര? 10 സെൻറ്റിമീറ്റർ കിട്ടണം. ഇനി ഈ 6, 9 ഒറിജിനിൽ നിന്ന് 6, 9 എന്നുള്ള പോയിൻറ്റിലേക്ക് ഉള്ള ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററിൽ കുറവാണെങ്കിൽ ഈ പോയിൻ്റ് എവിടെയാണ് എന്നാണ് ഉദ്ദേശിക്കണത്? ഇൻസൈഡ് ദ സർക്കിളായിരിക്കും അല്ലേ? ഇവിടം വരെയുള്ള ലെങ്ത്ത് എന്താ? ഒറിജിനിൽ നിന്ന് ഈ സർക്കിളിൻ്റെ പോയിൻ്റ് വരെ 10 സെൻറ്റിമീറ്റർ, വിച്ച് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി ഇപ്പോൾ ലെസ് ദാൻ 10 ആണ്, 10ൽ കുറവാണെങ്കിൽ ആ പോയിൻ്റ് എവിടെയായിരിക്കും? സർക്കിളിൻ്റെ അകത്തായിരിക്കും. 10നേക്കാളും വലിയ ലെങ്ത്താണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതെവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിളായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താ? ഒറിജിനിൽ നിന്ന് ഈ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഫസ്റ്റത്തെ പോയിൻ്റ് നമുക്ക് 6, 9 എടുക്കാം. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ 0, 0 to 6, 9 എത്രയാ? റൂട്ട് ഓഫ് എന്ത്? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് വൈ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്താ? റൂട്ട് x² + y². അപ്പോൾ ഇവിടെ എക്സിൻ്റെ പകരം എന്താണ്? 6, 6 സ്ക്വയർ 36. ഇനി y², 9, 9² എന്താ? 81, വിച്ച് ഈസ് ഈക്വൽ ടു 117. 100. അപ്പോൾ നമുക്ക് റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൂട്ട് 100 ആണ് എന്ത്? 10 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? 100നേക്കാളും വലുതാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ പോയിൻ്റ്, ഈ 6, 9 എന്ന പോയിൻ്റ് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ഓഫ് ദ സർക്കിൾ. ഇനി ഇതുപോലെ ഓരോ പോയിൻറ്റും. ഇനി അടുത്തൊരു പോയിൻ്റ് എടുക്കാം. 5, 9. 5, 9ഉം ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 5² 25, 9² 81. എത്രയാണ്? 5 + 1 6, 106 കിട്ടി. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 100നേക്കാളും വലിയ നമ്പറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 100 എന്താ നോക്കണേ? നമുക്ക് 10 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൂട്ട് 100 ആണ് 10 സെൻറ്റിമീറ്റർ. നമുക്ക് ഇവിടെ കിട്ടിയ ഡിസ്റ്റൻസ് എത്രയാണ്? റൂട്ട് ഓഫ് 106, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്ത്? റൂട്ട് 100, അതായത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പോയിൻറ്റും എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി അടുത്ത പോയിൻ്റ് നമുക്ക് നോക്കാം. അടുത്ത പോയിൻ്റ് എത്രയായിരുന്നു? 6, 8 ആയിരുന്നു. 6, 8ഉം എന്താ? 0, 0 തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നോക്കേണ്ടത്. അപ്പോൾ 6, 8 കോർഡിനേറ്റ്സും ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് 0, 0യും തമ്മിലുള്ള ആ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? റൂട്ട് ഓഫ് 6² 36 + 8² 64 ഈക്വൽ ടു റൂട്ട് 100, വിച്ച് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു ദ radius of the circle. It implies that the point 6, 8, the point with the coordinate 6, 8 lies on the circle അല്ലേ?
ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൽ. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിൻറ്റ്സ് ഓൺ ദിസ് സർക്കിൾ. ഈ സർക്കിളിലെ 8 പോയിൻറ്റ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഓൺ ദ സർക്കിൾ, സർക്കിളിൽ ഉള്ള പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ്, 8 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതണം. അപ്പോൾ കാണുമ്പോൾ നമ്മൾ 8 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സൊക്കെ കഷ്ടപ്പാടാണല്ലോ എന്ന് വിചാരിക്കേണ്ട. 8 അല്ല, കുറേ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാം. നമുക്കറിയാം ഇതിൻ്റെ ഈ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നറിയാം, 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 10 ആണെങ്കിൽ ഈ പോയിൻ്റ് ഞാൻ പറഞ്ഞു എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇത് ഈ സർക്കിളിലുള്ള ഒരു പോയിൻ്റ് തന്നെയല്ലേ ഇത്. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ഇപ്പോൾ തന്നെ എഴുതാലോ. ഏതാ, 10, 0 അല്ലേ. അപ്പോൾ വൃത്തത്തിലുള്ള ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് കിട്ടി. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എഴുതാലോ. എന്താ, 0, 10. കാരണം ഇത് വൈ ആക്സിസിലുള്ള പോയിൻ്റാണ്, വൃത്തത്തിലുള്ള പോയിൻ്റാണ്. അപ്പോൾ 0, 10. ഈ പോയിൻ്റ് എഴുതാം. ഇതെവിടെയുള്ളതാ, എക്സ് ആക്സിസിലുള്ളതാണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി ഈ ലെങ്ത് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടായതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും, -10, 0. ഇതും അതുപോലെ എന്തായിരിക്കും, വൈ ആക്സിസിലായ കാരണം എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി ഇത് ഒറിജിനിൽ നിന്ന് താഴോട്ടാണ്, റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇത് എത്ര ലെങ്ത്താണ്, -10. അപ്പോൾ ഓരോ പോയിൻ്റ് ഇപ്പോൾ തന്നെ 4 കിട്ടി. എന്ത്, വൃത്തത്തിൽ ഉള്ള 4 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റി. ഇനി നമുക്ക് എഴുതാം, വൃത്തത്തിലുള്ള പോയിൻറ്റ്സ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒറിജിനും ആ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടണം, 10 സെൻറ്റിമീറ്റർ കിട്ടണം. അതായത് എന്ത്, റേഡിയസ് ആ ലെങ്ത്താണ് കിട്ടേണ്ടത്. മനസ്സിലായില്ലേ. ഒരു സർക്കിള് ഇവിടെ ഒറിജിൻ 0, 0, ഇതിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്താലും ഈ 0, 0യിൽ നിന്ന് ഈ പോയിൻ്റുകളുടെ ഏത് കോർഡിനേറ്റ് എടുത്താലും ലെങ്ത് എത്ര കിട്ടണം, 10 സെൻറ്റിമീറ്റർ കിട്ടണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോയിൻ്റ് അറിയാം, എന്ത്, 6, 8 ഏതിലുള്ളതാണ്, സർക്കിളിലുള്ളതാണ്. അതേപോലെ തന്നെ ആയിരിക്കില്ലേ 8, 6 എടുത്താലും ഒറിജിനായിട്ടുള്ള ലെങ്ത് എടുത്താൽ എത്ര കിട്ടും, 8 സ്ക്വയർ + 6 സ്ക്വയർ = 64 + 36 which is equal to √100 which is equal to 10 centimeter which is the radius. ഇനി ഇതേപോലെ നമുക്ക് എത്ര പോയിൻ്റ് എഴുതാൻ പറ്റും, -8, +6 എടുക്കാം. ഇനി +6, -8 എടുക്കാം. ഇനി -6, +8 എടുക്കാം. ഇനി 8, -6 എടുക്കാം. ഇനി -8, -6 എടുക്കാം. -6, -8 എടുക്കാം. ഇങ്ങനെ എത്ര പോയിൻ്റ് ഇപ്പോൾ തന്നെ കിട്ടി, 1, 2, 3, 4, 5, 6. ഇനി പോരാത്തത് ഇവിടെ 4 നമ്മൾ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കുറേ പോയിൻറ്റ്സ്, 8 പോയിൻറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ ഈ വൃത്തത്തിൽ വരുന്ന പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് 8 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, 6, 8, 8, 6, -8, 6, 6, -8, -6, 8, 8, -6, -8, -6, -6, -8. പിന്നെ ഏതാ, -10, 0, 0, 10. ഇനി 0, -10. Fourth question, find the coordinates of the points where a circle of radius √2 centered on the point with coordinates 1, 1 cuts the axis. Question എന്താണ്, ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, എത്രയാണ്, √2 സെൻറ്റിമീറ്റർ ആണ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനല്ല, ഒറിജിനിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് സർക്കിളിൻ്റെ സെൻറ്റർ ഇരിക്കുന്നത്. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1, 1 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ഈ ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിൽ ഇവിടെ 1 സെൻറ്റിമീറ്ററും ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്ററും, ഇതാണ് ഈ പോയിൻ്റാണ് ഈ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് വരാം. മനസ്സിലായില്ലേ. എക്സ് കോർഡിനേറ്റ് 1ഉം
വൈ കോർഡിനേറ്റ് 1 ആണ് സെൻറ്ററായിട്ട് വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിള് ഈ ആക്സിസിനെ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെ പോയിൻറ്റ്സിലാണ് കട്ട് ചെയ്യണത്? ഒന്ന് ഇവിടെ കട്ട് ചെയ്യണുണ്ട്, ഒന്ന് ഇവിടെ കട്ട് ചെയ്യണുണ്ട്, പിന്നെ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കറിയാം. ഇത് ഏതാണ് പോയിൻ്റ്? ഒറിജിനാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഇപ്പോൾ ഓൾറെഡി തന്നെ കിട്ടി നമുക്ക്. 0 0 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്. ഇനി അടുത്തത് നമുക്ക് ഇതെത്രയാണെന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള നീളം നമുക്ക് 1 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. ഇതെത്രയാണെന്ന് നമുക്കറിയില്ല. ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള നീളം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? √2 ആണ് റേഡിയസ് എന്ന് പറയണത്. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. ഈ സെൻറ്ററിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക്, ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സർക്കിളിലുള്ള എക്സ് ആക്സിസിലുള്ള ഈ പോയിൻറ്റിലേക്ക് ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ എത്ര ലെങ്ത് ആയിരിക്കും? √2 ആയിരിക്കും അല്ലേ? അതെങ്ങനെയാണ് കിട്ടിയേ? ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണ്, ഇത് സർക്കിളിലെ പോയിൻ്റാണ്. സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ പോയിൻറ്റിലേക്കുള്ള ലെങ്ത്ത് എന്താണ്? അതാണ് ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് √2 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. ഇനി ഇത് നോക്കിയേ, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഈ ഒരു നീളം, അതായത് ഈ ഒരു ലെങ്ത്ത് എത്രയാണ്? ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ. ഇത്രയും നീളം √2 വിച്ച് ഈസ് എ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി ഇതെന്താ? ഇത് ഈ വൈ കോർഡിനേറ്റ്, അതാണ് 1 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കണേ? ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒറിജിനിൽ നിന്ന് ഇത്രയും വരെയുള്ള നീളമായിരിക്കും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയണത്, ഈ പോയിൻറ്റിൻ്റെ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഈ ഒരു ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഹൈപ്പോട്ടിന്യൂസ് കിട്ടി. എച്ച് എത്രയാണ്? √2 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് എത്ര കിട്ടി? 1 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബേസ് എത്ര കിട്ടും? √h² - ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് √2² - 1². √2² എത്രയാ? 2 ആണ്. 1² എത്രയാ? 1 ആണ്. അപ്പോൾ 2 - 1 എത്രയാ? 1. അപ്പോൾ √1 എന്ന് പറഞ്ഞാൽ എത്ര? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഭാഗത്ത് ഈ ഒരു ബേസിൻ്റെ നീളം എത്ര കിട്ടി? 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ 1 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് അറിഞ്ഞത്? സെൻറ്റർ തന്നിരിക്കുന്നത് 1 1 ആണ്. അതാണ് 0 to 1 എക്സ് കോർഡിനേറ്റ് 1. അപ്പോൾ ഇത്രയും വരെ 1 ആണ്. ഈ ഒരു ലെങ്ത്ത് 1 ആണെങ്കിൽ ഈ പോയിൻ്റ് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇത്രയും ഡിസ്റ്റൻസ്. ഇനി ഈ പോയിൻറ്റിനെ നമ്മൾ കോർഡിനേറ്റ്സ് ആയിട്ട് എങ്ങനെ എഴുതും? എക്സ് കോർഡിനേറ്റ് 2ഉം എക്സ് ആക്സിസിലുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് കിട്ടി. എന്താണ്? 2 0. ഇനി നമുക്ക് ഒരു പോയിൻറ്റും കൂടി കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഏത്? ഈ പോയിൻ്റ്. ഈ പോയിൻറ്റിലേക്കും സെയിം മെത്തേഡ് തന്നെ. ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ പോയിൻറ്റിലോട്ട് ഒരു ലൈൻ വരച്ചു. ഇതിൻ്റെ നീളം എത്രയാ? √2. സെൻറ്റർ ടു ദ പോയിൻ്റ് ഓൺ ദ സർക്കിൾ. അപ്പോൾ അത് റേഡിയസ് ആണ്. √2 കിട്ടി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാണ് എത്ര? 1 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത്ത് എത്രയാണ്? ഇവിടെ കണ്ടുപിടിച്ച അതേ ഇത് തന്നെയല്ലേ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. ഹൈപ്പോട്ടിന്യൂസ് √2 ആണ്. ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 2 ആണ്. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ എഴുതും? ഇത് വൈ ആക്സിസിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്താണ്? 2 ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ സർക്കിള് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ്? 2 0 0 2 ആൻഡ് ഒറിജിൻ 0 0. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ദ പോയിൻറ്റ് 0 0 4 0 1 3. കാൽക്കുലേറ്റ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ഇറ്റ്സ് സർക്കിൾ.
അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിലെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 0 0 4 0 പിന്നെ 1 3. ഇതാണ് 3 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസും സെൻറ്ററിൻ്റെയും കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് വരാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇനി ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ കോർഡിനേറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ പോയിൻറ്റിന് നമുക്ക് O എന്ന് കൊടുക്കാം. ഇത് A B C. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് ഒരു ലൈൻ വരച്ചു, ഇങ്ങോട്ടേക്കും വരച്ചു. ഇതും വരച്ചു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ? OA OB ആൻഡ് OC എന്താണ്? എല്ലാം റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ ഓർ ഇറ്റ് ഈസ് എ സർക്കം റേഡിയസ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്മുടെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സും അതുപോലെ റേഡിയസിൻ്റെ ലെങ്ത്തുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ലെറ്റ് XY ബി ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻറ്റർ. XY എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് ഇത് XY ആണ്. OA എത്രയാണെന്ന് കണ്ടുപിടിക്കാം. OAയും OBയും OCയും എന്താണ്? റേഡിയസ് ഓഫ് ദിസ് സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ OAയുടെ ലെങ്ത് എത്രയാണ്? OA എന്ന് പറയുന്നത് ഇവിടെ XY, ഇവിടെ 0 0. OA എത്രയപ്പോൾ? √(x² + y²). കാരണം എന്താ? ഇവിടെ 0 0. ഒറിജിനിൽ നിന്നുള്ള ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √(x² + y²). ഇനി OB എത്രയാണ്? ഇവിടെ XY, ഈ കോർഡിനേറ്റ്സ് എന്താ? 4 0. അതായത് എങ്ങനെ എഴുതാം? x-4² + y-0² അതായത് √(x-4) എന്താണ്? x² - a - b² -8x + 16 + y-0 y². OBയുടെ ലെങ്ത്ത് നമുക്ക് കിട്ടി. ഇനി OCയുടെ ലെങ്ത്ത് നമുക്ക് നോക്കാം. OC XY 1 3 ഇതാണ് കോർഡിനേറ്റ്സ്. അപ്പോൾ √(x-1² + y-3² ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a - b² വെച്ച് നോക്കുമ്പോൾ x² -2x + 1 + y² y-3² എന്താ? y² - 2ab അതായത് -6y + b² എന്താ? 9. അപ്പോൾ നമുക്കറിയാം ഈ OAയും OBയും OCയും എന്താണ്? ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇത് മൂന്നും ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 ലെങ്ത്തും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ OA = OB എന്താണെന്ന് നമുക്ക് നോക്കാം. OA = OB എന്ന് വെച്ചാൽ എന്താ? OA² = OB² തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ OA എന്ന് പറയുന്നത് √(x² + y² ആണ്. അപ്പോൾ OAൻ്റെ സ്ക്വയർ എന്തായിരിക്കും? x² + y² ആയിരിക്കും. √(x² + y²ൻ്റെ സ്ക്വയർ എന്താ? x² + y². ഇനി അടുത്തത് OB നമ്മളിവിടെ കണ്ടുപിടിച്ചു. √(x² - 8x + 16 + y². അപ്പോൾ ഇതിൻ്റെ റൂട്ട് കളഞ്ഞിട്ട് നമുക്ക് സ്ക്വയർ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² - 8x + 16 + y². അപ്പോൾ നമുക്ക് OA = OB ഇംപ്ലൈസ്
OA² ഈക്വൽ ടു OB സ്ക്വയർ. സ്ക്വയർ ചെയ്ത് നമ്മൾ എഴുതി. നോക്കിയേ, ഇവിടെ ഈക്വൽ ടുവിൻ്റെ രണ്ട് വശത്തും എന്തുണ്ട്? ഇവിടെ x² ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതെന്താവും? x² - x² ആയി 0 ആയി പോവും. ഇവിടെ y² ഉണ്ട്, ഇവിടെയും y² ഉണ്ട്, ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? -8x + 16 ഈക്വൽ ടു 0. ഇവിടെ ഒന്നുമില്ല അല്ലേ, 0 ആണ്. അതായത് 8x ഈക്വൽ ടു 16. ഈ 8xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതെന്തായി? +8x ഈക്വൽ ടു 16. അപ്പോൾ x എന്തായി? 16/8 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ സെൻറ്ററിൻ്റെ ഒരു കോർഡിനേറ്റ് കിട്ടി. എന്ത്? 2 എന്ന് കിട്ടി. x കോർഡിനേറ്റ് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ അടുത്തത് ഇക്വേറ്റ് ചെയ്യുക. അടുത്തത് എന്തൊക്കെ ഇക്വേറ്റ് ചെയ്യാം? നമുക്ക് എളുപ്പം ഈ OA വെച്ച് ഇക്വേറ്റ് ചെയ്യാനാണ്. OAയും OCയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. OA എന്ന് പറയുന്നത് നമുക്കറിയാം. OA² എന്താണ്? x² + y² ഈക്വൽസ്. അതായത് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യണത് OA² ഈക്വൽ ടു OC². ഇനി OC എന്താണ്? x² - 2x + 1 - y² - 6y + 9. ഇതാണ് എന്ത്? OC². അപ്പോൾ ഇവിടെ y²ഉം y² ക്യാൻസലായി. ഇനി ബാക്കി എന്താ ഉള്ളത്? -2x + 1 - 6y + 9 ഈക്വൽ ടു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 0. അതായത് -2x - 6y 9 + 1 എത്രയാ? 10 ഈക്വൽ ടു 0. ഇത് നോക്കി, ഇതിലെല്ലാത്തിലും 2 കോമൺ ആണ്. അപ്പോൾ 2 നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഇതിനെല്ലാത്തിനും ഇക്വേഷൻ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? -x - 3y + 5 ഈക്വൽ ടു 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെ. അപ്പോൾ നമുക്കിത് കിട്ടി. ഇനി ഇതിൽ നമുക്ക് എക്സിൻ്റെ വില നമുക്കറിയാം അല്ലേ? എക്സിൻ്റെ വില എത്രയാണ്? 2 ആണ്. ആ വില അങ്ങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? -2 - 3y + 5 ഈക്വൽ ടു 0. -2 + 5 എന്താ? +3 ആണ്. അതായത് 3 - 3y ഈക്വൽ ടു 0. അതായത് 3 ഈക്വൽസ് 3y. അപ്പോൾ y എന്താണ്? 3/3 ഈക്വൽ ടു 1. മനസ്സിലായല്ലോ? ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് y കോർഡിനേറ്റും കിട്ടും. എത്രയാണ്? 1. അപ്പോൾ ഇവിടെ -x - 3y + 5 ഇവിടെ വരെ മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സിന് നമ്മൾ ഈ വാല്യൂ 2 എന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ -x എന്തായി? -2 ആയി. -2 3y + 5. -2ഉം + 5 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3 - 3y. ഈ -3yനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് +3y ആയി. ഇനി ഇതിൽ നിന്ന് y മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? 3/3 1 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? അതിൻ്റെ കോർഡിനേറ്റ് XY എന്ന് പറയണത് 2, 1 എന്ന കോർഡിനേറ്റ്സ് ആണ് എന്ന് കിട്ടി. അപ്പോൾ XY കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? OA, OB, OC ഇതിൻ്റെയൊക്കെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ OA എന്ന് പറയണത് എന്താ? √x² + y². ഇവിടെ x² എന്ന് പറയുന്നത് എന്താ? 2² + y² എന്ന് പറയുന്നത് 1². അപ്പോൾ ഇതെത്ര കിട്ടി? 4 + 1 ദാറ്റ് ഈസ് 5. അപ്പോൾ OA തന്നെയായിരിക്കും OBയും OCയും. അതായത് ഈക്വൽസ് OB ഈക്വൽസ് OC ഈക്വൽസ് √5 centimeter which is the radius of the circumcircle. കുറച്ച് ഒന്ന് ചെയ്യാനുണ്ട് ഈ ഒരു പ്രോബ്ലം മാത്രം. അതിൽ ചെയ്യാനുള്ളത് ഇങ്ങനെ ഈ റേഡിയസുകൾ തമ്മിലുള്ള ഈ ഒരു ലെങ്ത്തുകൾ തമ്മിലുള്ള ഇത് ഇക്വേറ്റ് ചെയ്യലാണ് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക.